ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവയാണ്. മിൽക്ക് മേഡോ മറ്റു കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ വെറും പാലും പഞ്ചസാരയും നെയ്യും ഏലക്കായും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹൽവ ചെയ്യുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് നല്ല രീതിയിൽ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വാഷ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വാഷ് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്രേറ്ററാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ മിക്സി ഉപയോഗിച്ച് ഒരിക്കലും ഹൽവ ഉണ്ടാക്കുമ്പോൾ അരച്ചെടുക്കരുത്. ഇങ്ങനെ തന്നെ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴേ നമ്മുടെ ഹൽവ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ്. ഇതിപ്പോൾ ഞാൻ ക്യാരറ്റെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 2.5 ഗ്ലാസ് ക്യാരറ്റ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് അളന്ന് വെക്കുക. എന്നാൽ മാത്രമേ നമ്മൾ പാൽ ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് അളവ് നമുക്ക് മനസ്സിലാവും. ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് മുന്തിരി മാത്രമേ ഉള്ളൂ ഇപ്പോൾ കയ്യിലുള്ളത്. കാഷ്നട്ടൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മുന്തിരി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മുന്തിരി മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണും കൂടെ നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നമുക്കൊരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കണം. കുക്കാകുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ ഷുഗറും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് അതിൽ കിടന്നിട്ട് ഈ ക്യാരറ്റൊക്കെ ഒന്ന് കുക്കായി വരും. കൈ വിടാതെ നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടച്ചും വെച്ച് ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. ഈ ടൈമിൽ ഞാൻ 1.5 ഗ്ലാസ് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2.5 ഗ്ലാസ് ക്യാരറ്റിന് 1.5 ഗ്ലാസ് പാലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പാൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒരു 15 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഇതിൽ പാലൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ചതച്ചിട്ടാണ് ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് വറ്റി പാനിൽ നിന്നൊക്കെ വിട്ട് വന്ന് നല്ല കുറുകിയ പരുവമായിട്ടുണ്ട്. ഈ ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച് മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ആ പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ഗീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാൻ 3 ടീസ്പൂൺ ഗീയും 3 ടീസ്പൂൺ ഷുഗറും ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മിൽക്ക് മേഡോ മറ്റു കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു ക്യാരറ്റ് ഹൽവയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.